താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സഭയുടെ സന്തോഷമാണ്. കുടുംബങ്ങളെ അത് അവരുടെ അനുദിന ജീവിതത്തിലും വെല്ലുവിളിയിലും സഹായകമാവുക എന്ന ഉദ്ദേശത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കി നമ്മൾ ആരംഭിക്കുന്ന ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് സുപരിചിതനായ സെൻറ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും എക്കണോമിക്സ് വിഭാഗം തലവനുമായിരുന്ന പ്രശസ്ത വചനപ്രഘോഷകനായിരിക്കുന്ന പ്രൊഫസർ കെ എം ഫ്രാൻസിസ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ ഗ്രേസ് കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സന്യാസിനി സമൂഹത്തിലെ അംഗവുമാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അമല മെഡിക്കൽ കോളേജിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ ബെറ്റ്സി. ഏറെ സ്നേഹത്തോടെ നമ്മൾ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഈ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ ആഹ്വാനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ സ്നേഹം വിവാഹത്തിൽ എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ആരംഭിക്കുക. ഒരിക്കൽ ഒരു വികാരിച്ചൻ പറഞ്ഞ ഒരു സംഭവം ഓർക്കുന്നു. വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ കാണാൻ വന്ന പെൺകുട്ടിയോട് അച്ഛൻ ചോദിച്ചു, മോളെ എന്തിനാണ് നീ വിവാഹം കഴിക്കുന്നത്? അപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു. അവളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി വിവാഹത്തെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള ചിന്ത ലൈംഗികതയുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. ഇന്ന് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇന്ന് പുതിയ തലമുറ ചിലപ്പോഴെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ ദാമ്പത്യ ജീവിതത്തിലെ വിവാഹത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച്, ആ പരിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഏറെ സ്നേഹത്തോടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വിവാഹ ജീവിതത്തിൻ്റെ മഹനീയതയെക്കുറിച്ചും വിവാഹ ജീവിതത്തിലൂടെ നാം സ്വീകരിക്കുന്ന കൃപയെക്കുറിച്ചൊക്കെ മുൻ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചും എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അത് സ്നേഹിക്കാൻ വേണ്ടിയാണോ അതോ ലൈംഗികതയുടെ ഒരു മാനമാണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. മാർപ്പാപ്പ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്, സ്നേഹം എന്ന പദം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ദുരുപയോഗിക്കപ്പെടുന്നു. സ്നേഹത്തിന് ആ പദത്തിൻ്റെ അർത്ഥം ഒന്ന് എങ്ങനെയാണത് യഥാർത്ഥമായി ഒന്ന് നിർവചിക്കാൻ പറ്റുമോ നമുക്ക്? പരിശുദ്ധ പിതാവ് ഈ ലേഖനത്തിൽ സ്നേഹം എന്ന പദത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിർവചിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നതെന്ന് മാത്രം. യഥാർത്ഥത്തിൽ സ്നേഹത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ആ വ്യത്യസ്ത തലങ്ങൾ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആദ്യത്തെ തലം അത് ഒരു ഇറോട്ടിക് ലവ് ആണ്. അതൊരു ലൈംഗികതയുടെ ഒരു ഭാവമാണ് ഏറ്റവും പ്രാഥമികമായി സ്ത്രീ പുരുഷ ബന്ധത്തിനുള്ളത്. പക്ഷേ ആ പ്രാഥമിക സ്നേഹം, ആ ലൈംഗികത മാത്രമാണ് എന്ന രീതിയിൽ ചിലർ ഒതുങ്ങിക്കൂടാണ്. ഇവിടെയാണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യണം. പക്ഷെ പരിശുദ്ധ പിതാവ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സംസാരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിലാണ് അദ്ദേഹം അത് വിവരിക്കുന്നത്.
അതിൽ അദ്ദേഹം പറയുന്നത് സ്നേഹത്തിൻ്റെ 3 തലങ്ങളാണ്. അതിൽ ആദ്യത്തെ തലം തീർച്ചയായിട്ടും ഗ്രീക്ക് ചിന്തകർ പറഞ്ഞ പോലെ ലൈംഗിക വികാരമാണ് സ്ത്രീ പുരുഷ ബന്ധത്തെ ആദ്യം തന്നെ പ്രചോദിപ്പിക്കുന്നത്. പക്ഷേ ക്രമേണ ആ ലൈംഗികത ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ആ ലൈംഗിക ബന്ധം എന്നുള്ളത് ഈറോസ് എന്നുള്ളത് ഫീലിയ എന്ന് പറഞ്ഞാൽ ഒരു സഹോദര ബന്ധമായിട്ട് അത് മാറും. അത് കഴിഞ്ഞ് മനുഷ്യന് വീണ്ടും പ്രായമാകുമ്പോൾ അതിനെ അഗാപ്പേയിക് ബന്ധമായിട്ട് അത് മാറും. അപ്പം അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തെ ഒരു വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കത്തോലിക്ക സഭ പ്രതിഷ്ഠിക്കുന്നത്. മാർപ്പാപ്പ അതിൽ പറയുന്നുണ്ട്, സ്നേഹം ആരോഹണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് അവരോഹണം ചെയ്യപ്പെടും. സ്നേഹിക്കാനായിട്ട് സ്നേഹത്തിൽ വളരാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് താഴ്ചയിലേക്ക് പോകും എന്നുള്ളൊരു സൂചന മാർപ്പാപ്പ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആരോഹണം ലൈംഗികതയിൽ നിന്ന് സഹോദര ബന്ധത്തിലേക്കും സഹോദര ബന്ധത്തിൽ നിന്ന് തീവ്രമായ ഒരു നിഷ്കളങ്ക പ്രേമത്തിലേക്കും അത് വളരാൻ കഴിയുന്നില്ലെങ്കിൽ അത് താഴെ തന്നെ കിടന്നു പോകും. ആ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ സാറായെ വിവാഹം കഴിക്കുന്ന കൊച്ചു തോബിയാസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവളെ ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രണയത്താൽ വധുവാക്കി തീർക്കാൻ ദൈവമേ എന്നെ സഹായിക്കണം. മരണം വരെ അങ്ങനെ ഒരു സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള കൃപ കൂടെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സഭ വിവാഹത്തെ കാണുന്നത് ഇത്തരം ഒരു വളർച്ചയായിട്ടാണ്. ക്രിസ്തു അതിനെ പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, സകല ജനപദങ്ങളുടെയും സത്യത്തിൻ്റെ അന്വേഷണത്തിന് പൂർത്തീകരിക്കുന്ന ഒരു അടയാളമാണ് യേശു ക്രിസ്തു. പക്ഷെ മനുഷ്യർക്ക് അത് ഇന്നത്തെ കാലഘട്ടത്തിന് മുമ്പൊക്കെ അത് മുഴുവൻ അങ്ങോട്ട് മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു അല്ലേ? കാരണം ഈ ഒരു ഈറോട്ടിക് ലവിൽ കുടുങ്ങിക്കിടക്കുകയാണോ മനുഷ്യരും നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഈറോട്ടിക് ലവിലാണോ കുടുങ്ങിക്കിടക്കണേ, അത് സ്വാഭാവികമായിട്ട് അതിൽ നമുക്കൊരു വളർച്ചയിലേക്ക് നമുക്ക് തന്നെ വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളെന്ന നിലയിൽ ചിലപ്പോഴെങ്കിലും പല കുടുംബജീവിതത്തിലെയും പ്രശ്നം ഈറോട്ടിക് ലെവലിൽ മാത്രം നിൽക്കുകയും അമിതമായ ലൈംഗിക പ്രതീക്ഷകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വയ്ക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെയെങ്കിലും വിവാഹ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും എത്താറില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നാറുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ വരണമെന്നുണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായി ഈ മേഖലയിൽ ഉള്ള വിഷയമാണ്. അവിടെ വരുന്ന അസ്വസ്ഥതകളാണ് അവരെ മറ്റു പല വഴക്കുകളിലേക്കും നയിക്കുന്നത്. നമ്മളവരെ ഇരുത്തി സംസാരിച്ച് അതിൻ്റെ വിശകലനം ചെയ്ത് അവസാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇറോട്ടിക് ലവിൻ്റെ ഭാഗത്ത് വരുന്ന അപാകതകൾ. അതല്ല എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അമിത പ്രതീക്ഷകളാണ്. ഇപ്പോൾ മാഷ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു ലൈസൻസ്ഡ് പ്രോഗ്രാമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇന്ന് പിള്ളേർക്ക് ലൈസൻസ് ഒന്നും വേണ്ട എങ്കിലും വിവാഹ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹവും മറ്റെല്ലാവരും അവർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം മാത്രം, ബാക്കി ഒന്നിനും ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത അറിയാതെ യുവജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഒരു മധ്യവയസ്കരോട് എത്തുന്നവരുടെ ഇടയിൽ പോലും അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറയുന്നത് വിവാഹം എന്നത് ലൈംഗികതയ്ക്കുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന പോലെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന വിഷയങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനം. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരും അതിനോട് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തതൊക്കെ ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ അതിലെ ആ തീവ്രത തീർന്നു പോകുമ്പോൾ വാട്ട് നെക്സ്റ്റ്? ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഡൈവേർഷൻ സംഭവിക്കുകയും പരസ്ത്രീ പരപുരുഷ ബന്ധത്തിലേക്ക് അത് സാവകാശം സഞ്ചരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരു യഥാർത്ഥമായ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണോ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നത്? ഇതാണോ ഒരു നേരത്തെ മാഷ് പറഞ്ഞത് പോലെ അത് ആരോഹണം ചെയ്യണമെന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടാണോ നമുക്ക് അങ്ങനെ സംഭവിക്കുക? അറിവില്ലായ്മ എന്നതിനേക്കാൾ ഉപരി അതിൽ കഴിവില്ലായ്മയും ഉണ്ട്. കാരണം സഭയുടെ പഠനമനുസരിച്ച് മനുഷ്യൻ്റെ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തെ പ്രാഥമികമായിട്ട് പൂർത്തീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. കാരണം റോമർ 5:5 പറയുന്നുണ്ട്, ദൈവം പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയുന്നു. അപ്പോൾ സ്നേഹിക്കപ്പെടാനുള്ള ഈ ആഗ്രഹത്തെ പ്രാഥമികമായി നഷ്ടപ്പെട്ട മനുഷ്യന്
പിന്നെ അവൻ ഈ ദൈവസ്നേഹത്തിന് പകരമാണ് മനുഷ്യസ്നേഹം തേടുന്നത്. അതുകൊണ്ട് തന്നെ അവന് ലൈംഗികതയിലൊന്നും ഒരിക്കലും സംതൃപ്തി കിട്ടില്ല. കാരണം ഒരിക്കൽ ഈ പരിശുദ്ധ പിതാവ് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ലൈംഗിക അസംതൃപ്തിയാണ് വിവാഹമോചനത്തിന് കാരണമായിട്ട് എടുക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യർക്കും വിവാഹമോചനം നടത്തേണ്ടി വരുമെന്നാണ്. കാരണം അങ്ങനെ ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു മേഖല ഇല്ല. ഈ ലൈംഗികതയെ ഓവർ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രവണത വിവാഹ ജീവിതത്തിന്റെ കെട്ടുറപ്പിന് നല്ലതല്ല എന്നുള്ളൊരു ആശയമാണ്. നല്ലതാണ്. അതായത് അതിലൊരു അസംതൃപ്തി എന്നുണ്ട്. ഇറ്റ്സ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്, അതല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ചിലർ പറയാറുണ്ട്, ദ ഈസിയസ്റ്റ് വേ ടു ഗോ ടു ദ ഹാർട്ട് ഓഫ് ദ മാൻ ഇസ് ത്രൂ ദ ബെഡ്റൂം ആൻഡ് ത്രൂ ദ ഫുഡ്, അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ലോകവും നൽകുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ അവന് ദാമ്പത്യ ജീവിതത്തിൽ, ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തി കൊടുത്താൽ തന്നെ ഭാര്യ വിജയിച്ചു എന്ന അർത്ഥത്തിലുള്ള ഒരു ഭർത്താവ് വിജയിച്ചു ആ ഒരു കമന്റ് ഇന്ന് ലോകവും കൊടുക്കുന്നുണ്ട്. കാരണം അത് ലോകത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗികതയാണ് അടിസ്ഥാനപരമായി തൃപ്തിപ്പെടുത്തുന്ന ഘടകം എന്ന് പല ചിന്തകരും എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിൽ നിന്ന് മോചനം കിട്ടാത്തതിൻ്റെ കാരണം, ഇപ്പോൾ ഒരു വിത്ത് മുളച്ച് കഴിഞ്ഞാൽ ചെടിയാവണം, പിന്നെയും വളരണം, പിന്നെയും വളരണം, പിന്നെയും വളരണം, അങ്ങനെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലേക്ക് മനുഷ്യന് പറ്റാത്തത് ദൈവ മനുഷ്യ ബന്ധത്തിലുള്ള മുറിവാണ്. ആ മുറിവിനെ ഒട്ടിച്ച് ചേർക്കാത്തത് കൊണ്ട് മനുഷ്യന് വളരാൻ കഴിയുന്നില്ല. വളരാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യന് എന്തില്ല? സന്തോഷമില്ല. സന്തോഷത്തെ നിർവചിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമല്ല സന്തോഷം, പ്രത്യുത മനുഷ്യന് ചെയ്യാനുള്ള ധർമ്മങ്ങളുടെ പൂർത്തീകരണമാണ് സന്തോഷം തരുന്നത്. അതെന്താണ്? സ്നേഹിച്ച് പൂർണ്ണരാകുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഈ ലേഖനത്തിൻ്റെ പേര് തന്നെ സ്നേഹിക്കുന്നതിലുള്ള സന്തോഷം. പലപ്പോഴും ഈ ഒരു നിഷ്കളങ്ക, നേരത്തെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല. ഇന്ന് പലപ്പോഴും ആ ഒരു കാഴ്ചപ്പാടാണ്. നിഷ്കളങ്കമായ പ്രേമത്തിലേക്കാണ് ഭാര്യാഭർത്തൃ ബന്ധം വളരേണ്ടത്. എൻ്റെ അടുത്ത് വന്ന് ഒരു കുടുംബം, ഒരു സ്ത്രീ പങ്കുവെച്ചത് ഓർക്കുകയാണ്. നിസ്സാര പ്രശ്നത്തിൽ ഇദ്ദേഹം എന്നെ ഒത്തിരി വഴക്കുണ്ടാക്കി എന്നെ ഉപദ്രവിക്കും. അത് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് സെക്സ് വേണം. ഇന്ന് പല കുടുംബങ്ങളിലും ഈ ഒരു തലം, ഒരു തരം മരവിച്ച ജീവിതം, താൽക്കാലികമായ ഒരു ആനന്ദത്തിന് വേണ്ടി മാത്രം, ഈ കുടുംബ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഉപാധിയായി മാത്രം ലൈംഗിക ബന്ധത്തെ കാണുന്നൊരവസ്ഥ. ഡോക്ടറുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കുടുംബങ്ങളെ പരിചയപ്പെട്ട് കാണും. തീർച്ചയായിട്ടും ഉണ്ട്. പലപ്പോഴും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ സൈക്കോളജിക്കൽ ഡിഫറൻസ് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. ഇപ്പം ഡോക്ടർ ജോർജ് പറഞ്ഞതുപോലെ തന്നെ പുരുഷൻ എത്ര വഴക്കുണ്ടായാലും എത്ര പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായെങ്കിലും ആ സെക്സ് എൻജോയ് ചെയ്യാൻ അവന് ഒരു വിഷമവും ഇല്ല. പക്ഷെ ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം അവൾ ഇമോഷണലി ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ അവൾക്ക് ആ ബെഡ്റൂമിൽ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇത് പലപ്പോഴും പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുമ്പേ ലൈംഗികതയുടെ കാര്യം പറയും, ഇറോട്ടിക് ലവിൻ്റെ കാര്യം പറഞ്ഞു. ലൈംഗികത ശാസ്ത്രീയമായി തന്നെയും അത് കുറഞ്ഞു വരുന്നൊരു സംഭവമാണ്. ഒരിക്കലും മനുഷ്യൻ്റെ ആയുസ് കൂടുക, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ കൂടിക്കൂടി വരുന്നൊരു സംഭവമല്ല. അപ്പോൾ പിടിച്ചു നിൽക്കാൻ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയേ പറ്റൂ. നമ്മൾ അടുത്ത സഹോദര സ്നേഹം, ആ ഫീലിയ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോയെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഗാപ്പേ. എങ്ങനെയാണ് ഈ സ്വാഭാവികമായി ഈ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? പിന്നെ പൊതുവെ ആളുകളുടെ ഉള്ളിലെ സങ്കടം ഇതാണ്, ഞങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്, കുടുംബജീവിതത്തിൻ്റെ സ്നേഹത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ഇറോട്ടിക് ലെവലിൽ നിന്ന് വളർന്ന ചില കുടുംബങ്ങളെ നമുക്ക് കാണാം. നമുക്കിവിടെ ഈ സമയത്ത് ഒരു ക്ലിപ്പിംഗ് കാണാം. ഇതുപോലെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായ ഒരു വെല്ലുവിളിയെ അഭിമുഖീകരിച്ച് നന്നായി കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിൻ്റെ ക്ലിപ്പിംഗ് നമുക്ക് ഇപ്പോൾ കാണാം. നമുക്ക് ക്ലിപ്പിങ്ങിലേക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോയി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ഇടവയാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 21 വർഷം മുപ്പാട് ഒരു അപകടം പറ്റി അരയ്ക്ക് കീഴോട്ട് തളർന്നിരിക്കുകയാണ്. എനിക്ക് ഭാര്യയും ഒരു മകനുമാണുള്ളത്. 1995 ജൂലൈ മാസം 30 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. അങ്ങനെ എനിക്ക് കാറ്ററിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിപ്പിച്ച് ജോലി ചെയ്ത് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരിക്കായിരുന്നു. 96 സെപ്റ്റംബർ 28 ഒരു
വാഹനാപകടം, എൻ്റെ വണ്ടിയും വേറൊരു കാറുമായി കൂട്ടിയിടിച്ച് ഞാൻ അരയ്ക്ക് കീഴോട്ട് തളർന്ന ഒരവസ്ഥയിലായി എൻ്റെ ജീവിതം. ഭാര്യ ഇപ്പോൾ ഭാര്യയുടെ വീട്ടിലായിരുന്നു. അവൾ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയേക്കായിരുന്നു. 1.5 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഇതായിട്ട്. അപ്പോൾ അവിടെ വെച്ചൊന്നും എനിക്ക് ഇങ്ങനെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത്. അങ്ങനെ സെപ്റ്റംബർ 28-ാം തീയതി എനിക്കിത് പറ്റി. ഒക്ടോബർ 28-ാം തീയതി ഭാര്യ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു, അയച്ചു. അങ്ങനെ 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിൽ എൻ്റെ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്ന് അമ്മയും സഹോദരിമാരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകേണ്ടായിരുന്നത്. അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് മാമോദീസ മുക്കി എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അതുപോലെ അത് കൊണ്ടുവന്ന് അന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്കിനി നടക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഇനി ഇവിടെ ഇങ്ങനെ കിടക്കയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയോട് ഞാനന്ന് സംസാരിച്ചു. ഭാര്യ അതെല്ലാം കേട്ട് ഇതായി അന്ന് പോയി, വീട്ടിലേക്ക് പോയി. കൊച്ചിനെയും കൊണ്ട് 56 കഴിഞ്ഞ് ഭാര്യ ഇങ്ങോട്ട് വന്നു. അന്ന് തൊട്ട് ഇപ്പോൾ 22 വർഷമാവണം. ഇന്ന് വരെ എൻ്റെ സകല കാര്യങ്ങളും നോക്കി എന്നെ ശുശ്രൂഷിച്ച് വളരെ ദയയോടും കരുണയോടും കൂടി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നെ ശുശ്രൂഷിച്ച് ഇന്നിപ്പോൾ ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതായിട്ടുള്ള അവസ്ഥകൾ എൻ്റെ സകല കാര്യങ്ങളും ചെയ്യുന്നു. എനിക്ക് അരയ്ക്കുന്ന കീഴോട്ട് സെൻസേഷനൊന്നുമില്ല, സ്പർശന ശക്തി ഇതൊന്നുമില്ല, മലമൂത്രം ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഇതിൽ വയറ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ ഗ്ലൗസ് ഇട്ട് കാര്യങ്ങൾ ചെയ്തു തരണം, ഒന്നരാടം ചെയ്തു തരണം. ഇപ്പോൾ 22 വർഷമായിട്ട് അങ്ങനെയാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിവാഹം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് നടത്തി പോകാൻ താല്പര്യം ഉണ്ടായില്ല. അതിന് കാര്യങ്ങൾ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളെ കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നോക്കി. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട്, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ എത്തണം. ഞാൻ ഈ വിഭാഗം മുളക്കാനും കാര്യങ്ങൾക്കായിട്ട് പല വഴിയിൽ നിന്ന് ദൈവം ഞങ്ങൾ കൂട്ടിച്ചേർത്തു. ഇന്ന് അങ്ങനൊരു വിവാഹം ഇതായിട്ട് ഞാൻ അത് തടസ്സപ്പെടുത്തിക്കാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ അപകടം പറ്റി. ഇന്ന് 22 വർഷമായിട്ട് എൻ്റെ ഭാര്യ എന്നെ സന്തോഷത്തോടുകൂടി, അവൾ വളരെ സന്തോഷത്തോടുകൂടി എന്നെ അവളുടെ സ്നേഹം കൊണ്ട് എനിക്കൊരു നിസ്സാരം ദുഃഖ വേദന വന്നാൽ അവൾ സ്നേഹം കൊണ്ട് എന്നെ അതിൽ നിന്നൊക്കെ വേർപിടിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ചെറിയൊരു ഇതുപോലും വന്നാൽ അതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എൻ്റെ ഈ ഒരു സാഹചര്യത്തെ ഓർത്ത് പലപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു, എന്നാലും മോൾക്ക് ഇങ്ങനെ ആയില്ലേ എന്ന്. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒത്തിരി കരയായിരുന്നു. കാരണം മറ്റുള്ളവർ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ഒപ്പം നിന്ന് കരയാനേ അന്ന് എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. 1996 തളർന്ന ഈ ഒരവസ്ഥയിൽ നിന്നും 3 വർഷക്കാലം ഒരു സൗഖ്യവും ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ധ്യാനത്തിനായിട്ട് കടന്നുപോയത്. എന്നാൽ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം തന്നു. എന്നാൽ അതിലപ്പുറമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സൗഖ്യം എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചില്ല. നിരാശയോടെ പലപ്പോഴും ധ്യാനവും കഴിഞ്ഞ് കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി ജെറമി 29:11 പറഞ്ഞതുപോലെ തമ്പുരാന് എന്നെക്കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് യഥാർത്ഥത്തിൽ അന്നും തിരിച്ചറിയുമായിരുന്നില്ല. ആ 1999 വീണ്ടും ധ്യാനിക്കുവാൻ പല ധ്യാനങ്ങൾക്ക് ശേഷം ഞങ്ങൾ കടന്നുപോയി. ആ ധ്യാനത്തിലൂടെ തമ്പുരാൻ്റെ അനന്തമായ കരുണയും സ്നേഹവും അനുഭവിക്കുവാനായിട്ട് ദൈവമിടയാക്കി. ആ മുറിയിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു വലിയ ശക്തി, ഒരു പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടുക്കി ഞാൻ താഴെ വീഴാനിടയായി. ഒത്തിരി സൗഖ്യത്തിലൂടെ ദൈവം നടത്തി. അതിലുപരിയായിട്ട് ഈശോ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. മാർക്കോസ് 11:23 പറഞ്ഞു, വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിനക്കത് സാധിച്ചു കിട്ടുമെന്ന്. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാണ് ഇന്നും ഞങ്ങളുടെ കുടുംബത്തെ 22 വർഷത്തോളം പിന്നിടുവാൻ ദൈവം ബലപ്പെടുത്തിയത്. തമ്പുരാൻ എത്ര സ്നേഹിക്കുന്ന ദൈവമാണെന്നും കർത്താവിൻ്റെ കരുണയും ദയയും എത്ര ആഴമേറിയതാണെന്നും
അനുനിമിഷവും ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ തുടങ്ങി 2002 തുടങ്ങിയുള്ള കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയുടെ തലത്തിലൂടെ ഈ ആയിരിക്കുന്ന അവസ്ഥയിലും മുന്നോട്ട് പോകുവാൻ ദൈവടയാക്കി. അനേകടങ്ങളിൽ കർത്താവ് ജീവിക്കുന്നുവെന്ന് ഈ ഒരു സഹനത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ തന്നെ തമ്പുരാൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം ഇന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 1999 വരെ 96 തുടങ്ങിയുള്ള കാലഘട്ടം എൻ്റെ ജീവിത പങ്കാളിയിൽ ഞാനൊരു സൗഖ്യമാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് വരെയുള്ള 99 തുടങ്ങിയുള്ള കാലഘട്ടത്തിൽ ഇന്ന് വരെ എത്ര ധ്യാനത്തിന് പോയാലും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ സൗഖ്യം കിട്ടിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഒരു ഉത്കണ്ഠയോ പരാതിയോ ഒരിക്കൽ പോലും വരാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. കാരണം ഇന്ന് ഇതിലൂടെ നിറവേറാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തമ്പുരാൻ ഞങ്ങളിലൂടെ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് യഥാർത്ഥമായി ബോധ്യവും തിരിച്ചറിവും ഞങ്ങളിലുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിലും അതുപോലെ മാതാപിതാക്കൾ ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുക, ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ഒരു തകർന്ന ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ കടന്നു വന്നപ്പോൾ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ എന്നോട് അന്ന് പറഞ്ഞൊരു വാക്ക് ഇന്ന് ഞാൻ ഓർക്കുക. ഓളെ നീ പ്രാർത്ഥിക്ക്, നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും, പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് എന്നെ കാലുവെക്കുവാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നടത്തുവാൻ എല്ലാ സപ്പോർട്ടുകളിലൂടെ എൻ്റെ മാതാപിതാക്കൾ, ഇവിടെ ജീവിത പങ്കാളിയുടെ ഞങ്ങളുടെ കൂടെയായിരുന്ന മാതാപിതാക്കളും അതുപോലെ സഹോദരങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു ജീവിതത്തിൽ. ബലിയർപ്പിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് ഒരിക്കൽ പോലും പരാതിയില്ലാതെ, അല്ലെങ്കിൽ പലതും കുടുംബത്തിലെ കാര്യങ്ങൾ ജീവിത പങ്കാളിയുടെ ഒഴികെ ഭവനത്തിലെ പല കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതെല്ലാം അമ്മ ഏറ്റെടുത്തിട്ട് പലപ്പോഴും എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് അതുപോലെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ബലിയർപ്പിക്കുവാനും ഒക്കെ വിട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ 22 വർഷത്തോളം പിന്നിട്ട ഈ ജീവിതത്തിൽ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ കിട്ടിയ ഫുൾ സപ്പോർട്ടാണ് ഇന്ന് ഈശോ ജീവിക്കുന്നുവെന്ന് അനേകരോട് പങ്കുവെക്കുവാനും ഈ ഒരു അനുഭവത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അനുവദിച്ച് അനുഭവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. വിവാഹ ജീവിതത്തിൽ ഈറോട്ടിക് ലവിൽ നിന്ന് അഗാപ്പയിലേക്കുള്ള വളർച്ചയുടെ ഒരു ചിത്രമാണ് നാം ഇവിടെ കണ്ടത്. നമുക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു ദൈവസ്നേഹം അനുഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അഗാപ്പയിലേക്ക് വളരാൻ സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം മാർപ്പാപ്പ ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിലെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, യേശു ധ്യാനമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളിയെന്ന്, അല്ലേ? പക്ഷെ അതൊന്ന് എങ്ങനെയായിരിക്കും അതിനൊന്ന് നമ്മൾ മുൻപ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ യേശു ധ്യാനത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം കൂടുതൽ മനസ്സിലാവുകയായിരുന്നു. ഒന്നും കൂടി അതിനെക്കുറിച്ചൊന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലേഖനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് ആവർത്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം സ്വാഭാവികമായ ലൈംഗിക പ്രണയത്തിൽ നിന്ന് ഒരു നിരുപാധിക സ്നേഹത്തിലേക്കുള്ള വളർച്ച, അതിലുള്ള ആനന്ദം, ആ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ ലഭിക്കാത്ത സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ തത്വം. ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത്. സ്വീകരിക്കാതെ നൽകുന്നവരുണ്ടെങ്കിൽ അത് ദൈവമാണ്. അപ്പം നാം വെറും സൃഷ്ടികളാണെങ്കിൽ സ്വീകരിക്കാതെ നൽകാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സ്നേഹം എങ്ങനെ നമുക്ക് ലഭിക്കും? ഇത് സഭ പറയുന്നത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ ആ സ്നേഹം തിരികെ നൽകാനാണ് യേശുക്രിസ്തു കുരിശിൽ ബലിയർപ്പിച്ചത്. അപ്പോൾ ആ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, അതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം കണ്ടുമുട്ടേണ്ടത്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ പാപം മൂലം വിഭജിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് മകനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവം ആരോട് കാണിക്കുന്നു? നമ്മളോട് കാണിക്കുന്നു. ഈ സ്നേഹം അനുഭവിച്ചാണ് അഗാപ്പയിലേക്ക് നമ്മൾ വളരേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ സഹോദരൻ്റെ ജീവിതം പറയുമ്പോൾ ആ സഹോദരൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും. കാരണം നമുക്ക് പലർക്കും തോന്നുന്ന ഒരു അഗാപ്പയിക് ലവ് പോസിബിൾ ആണോന്ന്. പക്ഷേ സഭ പറയുന്നു അത് സാധ്യമാണ്, അതിലാണ് സന്തോഷമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ്.
ആ ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൽ മാർച്ച് 19-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റൊരു ലേഖനം ഇറക്കുകയുണ്ടായി. അതിൻ്റെ തലക്കെട്ട് തന്നെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, തുള്ളിച്ചാടുവിൻ. ആ എങ്ങനെയാണ് ആനന്ദം? വിശുദ്ധിയിൽ നിന്നാണ് ആനന്ദം. എങ്ങനെയാണ് വിശുദ്ധി? അൾത്താരയിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധന്മാരിലോ അല്ലെങ്കിൽ ബിഷപ്പുമാരിലോ വൈദികരിലോ സന്യസ്തരിലോ മാത്രമല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരമ്മ കുഞ്ഞിനെ ശുശ്രൂഷിക്കുമ്പോൾ, ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ, തിരിച്ചു കിട്ടാത്തവർക്ക് നൽകുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് ആഹ്ലാദത്തിൻ്റെ പൂർണ്ണത വരിക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇപ്പം നമ്മൾ കണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ചർച്ചയിൽ ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം അനുദിനം വളർത്തിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്നും ഇറോസിൽ നിന്ന് ഫിലിയോസിലേക്കും ഫിലിയോസിൽ നിന്ന് അഗാപ്പയിലേക്കും സ്നേഹം ആരോഹണം ചെയ്യപ്പെടണം. അതാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ, ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ കാണുകയാണ്. ഈ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ കൃപാവരം ദാമ്പത്യ സ്നേഹത്തെ പൂർണ്ണമാക്കുന്നതാണ്. ഈ ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ച് നമുക്കിനിയും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഈ ഇറോസിനെക്കുറിച്ചും ഫിലിയോസിനെക്കുറിച്ചും അഗാപ്പയെക്കുറിച്ചുമുള്ള ചർച്ചകളുമായി നമുക്കിനിയും അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് നീങ്ങാം. നമുക്ക് ഈ ചർച്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകളുമായി അടുത്ത ഒരു സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വളരാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് യാചിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ സ്നേഹത്തിൽ വളരാം.